നമസ്കാരം. വില്ലേജസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ കുളത്തൂപ്പുഴയിലെ ഒരു കടുവാപ്പാറ എന്ന് പറയുന്ന ഒരു പാറയിലേക്കാണ്. ഇവിടുത്തെ മനോഹര കാഴ്ചകൾ തേടി ഞങ്ങൾ എല്ലാവരും ഉണ്ട്. സിജ ചേട്ടനുണ്ട്, ബിനി ചേട്ടനുണ്ട്, എബിനുണ്ട്. നമ്മൾ പോകുന്ന ഈ കടുവാപ്പാറ എന്ന് പറയുന്ന സ്ഥലം ടൂറിസം മേഖലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ലൊരു സ്പോട്ടാണ് അവിടെ. നമ്മുടെ കുടുക്കത്ത് പാറയിലൊക്കെ ചെയ്തേക്കുന്ന പോലെ നല്ല രീതിയിൽ ഒരു ടൂറിസം സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടോ അവിടെ ഇപ്പോൾ ഇതുവരെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് സർക്കാർ എടുത്തിട്ടില്ല. വളരെ റിസ്ക് എടുത്താണ് ഞങ്ങൾ ഈ കടുവാപ്പാറയുടെ മുകളിൽ എത്തിയത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ഒരു എസ്റ്റേറ്റ് കാണാം, അതേപോലെ തന്നെ കുളത്തൂപ്പുഴ ടൗൺ കാണാം നമുക്ക് ഇവിടെ നിന്ന്. അതേപോലെ ഒരു ഇൻഡോസിസ് പ്രോജക്റ്റ്, അതിപ്പോൾ KLD ബോർഡ് എന്നറിയപ്പെടുന്നു. ബിനിച്ച, ഈ പ്ലാന്റേഷൻ അർദ്ധ സർക്കാരാണോ? പ്ലാന്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടുകാരെ റിഹാബിലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു സ്ഥാപനമാണിത്. അവർക്ക് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ലേബേഴ്സ് എല്ലാം അവരാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്തുണ്ട്. സൂപ്രണ്ട്, ആ തരത്തിലുള്ള ഫീൽഡ് ഓഫീസർമാരൊക്കെ ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവർ ഇപ്പോഴും ഒരു തമിഴ് കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നാലും ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് അവരിപ്പം ഇവിടെ ഉള്ളവരുമായിട്ട് വിവാഹം കഴിച്ചും ഇവിടെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തൊക്കെ കഴിയുന്നുണ്ട്. അതുപോലെയുള്ള പ്രമുഖ സ്ഥാപനമാണ് ഇൻഡോസിസ് പ്രോജക്റ്റ്. അത് ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇൻഡോസിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ ഇപ്പോൾ അത് KLD ബോർഡ്, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്. ഈ ഇൻഡോസിസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും തമ്മിലുള്ള സംയുക്തമായിട്ട് ഒരു പ്രോജക്റ്റ് തുടങ്ങിയതാണ് അന്ന്. ഇപ്പോൾ അത് കേരള സർക്കാർ ഏറ്റെടുത്തിട്ട് KLD ബോർഡ്. അപ്പൊ അത് മെയിൻ ആയിട്ട് ഈ എന്തുവായിരുന്നു അവിടുത്തെ പ്രത്യേകത? എന്തൊക്കെയാ? എന്തോ പശു ഫാം എന്നല്ലേ? പശു ഫാം ഇപ്പോഴാണ് തുടങ്ങിയത്. നേരത്തെ ബുൾ സ്റ്റേഷൻ ആയിരുന്നു. അല്ലെങ്കിൽ സങ്കര ഇനം കാളകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് KLD ബോർഡ്. അത് അങ്ങനെ സംഭവമുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന 2 ടവർ നമുക്ക് ഇവിടെ കാണാം. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു കുളത്തൂപ്പുഴയെ കണ്ട ഒരു ടവർ ഉള്ളൂ. ഞാനും വന്നിട്ടുണ്ട്. ഞാൻ 2004 ഗൾഫിൽ പോയിട്ട് 2006 ലീവിന് വരുമ്പോൾ മൊബൈലൊക്കെ മേടിച്ചോണ്ട് ഇവിടെ വരുമ്പോൾ റേഞ്ച് ഇല്ല. അപ്പൊ ഞാൻ ഇതിന്റെ താഴെ ഒരു ചെറിയ സ്ഥലമുണ്ട്, അവിടെ വന്നിരുന്ന് ഫോൺ ചെയ്തു. പണ്ട് ഇത് കടുവകളുടെ ഒരു സങ്കേതം തന്നെയായിരുന്നത്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കടുവകളെ കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരാറില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇതിന് കടുവാപ്പാറ എന്ന് പേര് വന്നത്. കടുവ മാത്രമല്ല, പന്നിയുണ്ട്, പിന്നെ ആനയുണ്ട്, അതുപോലുള്ള കാട്ടുമൃഗങ്ങളൊക്കെ ഈ ഏരിയയിലുണ്ട്. ഒന്നാമത് ഇത് സെഞ്ചുറി വന്യജീവി സങ്കേതത്തിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലം കൂടിയാണ്. ആ ഏരിയയ്ക്ക് അടുത്താണിത്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളൊക്കെ ധാരാളം ഉള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. കടുവാപ്പാറയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് പുനലൂർ എടമണ്ണിനടുത്തുള്ള ജംഗിൾ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ജംഗിൾ പാർക്കിനകത്തേക്ക് പോകാൻ പറ്റിയില്ല. അതിൽ ജസ്റ്റ് പോയപ്പോൾ ഒന്ന് കയറിയതാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് കയറിയതാട്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ്.
ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് മൂന്നാറിലെ തേയിലത്തോട്ടമാണെന്ന് തോന്നും. പക്ഷേ അതല്ല, ഇത് റബ്ബർ പ്ലാന്റേഷൻ ഇടയ്ക്കുള്ള പയർ വളർത്തിയിട്ടേക്കാണ് അവിടെ. അപ്പോൾ റബ്ബർ മുറിച്ചിട്ട് അടുത്തത് നടാനുള്ള പരിപാടിയാണ്. നട്ടിട്ടുണ്ട് ചെറുതായിട്ട് റബ്ബർ നട്ടിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. തൈ മരമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വളർത്തിയേക്കുന്ന ആ പയറാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടുത്തെ ജംഗിൾ പാർക്കിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക്, അതുപോലെ ഈ വേസ്റ്റ്, അതൊക്കെ കൊണ്ടിട്ട് ഇവിടെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ വീഡിയോ നമുക്ക് ഇനിയും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് അത് കയറാൻ പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനിയും നമുക്ക് നല്ല മനോഹരമായ വീഡിയോകളുമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.